സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ കാലം മുതൽക്കേ തുടങ്ങിയതാണ്. ഭൈരവനാകുന്നേ ആദിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ. യോഗിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ, യോഗി മുദ്ര ധരിച്ച ധൂമേ ഭൈരവനാകുന്നേ. പക്ഷേ ഈ നിഷ്ഠൂരത അവിടെ അവസാനിച്ചില്ല. ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി തുടരുന്നു. ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരുന്നി ചോപ്പും ചോണയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തോ. നീതി തേടി പെൺകുട്ടി അഡ്വക്കേറ്റ് കവിതയുടെ അടുത്തേക്ക്. ഉപ്പുടുമുളകരയുന്ന പക ചിതറും കടുകിൻ കൊടിയ പക
തിരുവനന്തപുരം മാറ്റിയൂരിൽ ക്രൂരപീഡനത്തിനെതിരായ പെൺകുട്ടിക്ക് നീതി ലഭിച്ചു. അഡ്വക്കേറ്റ് കവിതാദേവി വീണ്ടും മുന്നിലേക്ക്. ഇനിയും സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കവിതാദേവി. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഭയമുണ്ട്. ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും? അങ്ങനെ തളരേണ്ടതല്ല ഒരു പെണ്ണിന്റെ ജീവിതം. ബാങ്കിങ്ങോടുള്ളവനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കിനി ചെറുത്ത് നിൽക്കാനുള്ള ത്രാണിയില്ല. 12 ഭാര്യകളുടെ വേദനയുള്ള ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ കഴിയുമെങ്കിൽ ഭാവി തരണം ചെയ്യാനും അവൾക്ക് സാധിക്കും. ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അവരെ ധൈര്യപ്പെടുത്തുന്നത്. എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അനുഭവങ്ങളാണ്. എനിക്ക് കഴിയുമെങ്കിൽ നിനക്കും കഴിയും. കാവൽ നോക്കണ കാവിലെ ഭീകരഭൂതമതേ, കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ, കാളി കരാളികളാടണ കാനന കാഹളമേ, കാറും പേറണു നോവണ കാനനനാദമിതേ, കരിയേറിയ പൂമ്പുനമുള്ളിൽ നീറണ കേളികളാടിയവൻ, കരിവേലകൾ കുത്തിയ നെഞ്ചിലെ മുറിവിൽ നീറ്റണു കാലനവൻ, കരിയമ്പിനും അമ്പരമമ്പ